ഹായ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഇന്ന് ശ്രദ്ധയിലെത്തുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രപരമായിട്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിലും നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയുടെ അല്ലെങ്കിൽ സെക്യൂരിറ്റിയുടെ ഒക്കെ കാര്യത്തിലും ഒക്കെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളുടെ ഈ എനർജി, പിന്നെ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജി എനർജി എന്ന് പറയുമ്പം ഓയിൽ, ക്രൂഡ് ഓയിൽ നമ്മൾ പിന്നെ വാങ്ങിക്കുന്നത് ഇപ്പോൾ 80% നമ്മുടെ ആവശ്യത്തിന്റെ 80% നമ്മൾ വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചാണ് ഇപ്പോഴും നമ്മൾ കഴിഞ്ഞു പോകുന്നത്. അപ്പം അത് നമ്മളെ സംബന്ധിച്ച് എപ്പോഴും എല്ലാ കാലത്തും വലിയൊരു ഭീഷണിയാണ്. കാരണം വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പക്ഷെ നമുക്ക് അനുകൂലമല്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള പൈസ ഇപ്പം 80%-ത്തിലേറെ ഓയിൽ നമ്മൾ ഇറക്കുമതി ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോറിൻ റിസർവിന്റെ നല്ലൊരു ശതമാനവും നമുക്ക് തീർച്ചയായിട്ടും ഇതിനു വേണ്ടി വിനിയോഗിക്കേണ്ടി വരും. അപ്പം നമ്മുടെ രാജ്യത്തിന്റെ മാനുഫാക്ചറിങ്ങും എക്സ്പോർട്ടും ഒക്കെ അത്ര പിന്നെ ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു മേഖലയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഡിഫൻസിന്റെ പിന്നെ കാര്യത്തിലും നമ്മൾ വാങ്ങിക്കുന്ന ആയുധങ്ങൾ, ഒട്ടുമിക്ക ആയുധങ്ങളും നമ്മൾ ഇപ്പോൾ വെളി രാജ്യങ്ങളിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പം ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രധാനമായിട്ടുള്ള മേഖലകൾ കണക്കിലെടുക്കുമ്പോൾ നമ്മളുടെ ഫോറിൻ കറൻസി റിസർവിന്റെ നല്ലൊരു ശതമാനം ഇതിനു വേണ്ടി നമുക്ക് വിനിയോഗിക്കേണ്ടി വരും. ഡിഫൻസിന്റെ കാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് നമ്മൾ ചെറിയ ചെറിയ ചുവടുവയ്പ്പോട് കൂടി എന്നുവെച്ചാൽ നമ്മുടെ ആഭ്യന്തരമായിട്ടുള്ള മാനുഫാക്ചറിങ്ങിൽ എന്നുവെച്ചാൽ നമ്മുടെ പട്ടാളത്തിന് ആവശ്യമായിട്ടുള്ള പിന്നെ ആയുധങ്ങളും മറ്റും നമ്മൾ സ്വയം നിർമ്മിക്കുന്നതിൽ നമ്മൾ പുരോഗതി പ്രാപിക്കുന്നുണ്ട്. പക്ഷെ ഓയിലിന്റെ കാര്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു കുതിച്ചുചാട്ടം അല്ലെങ്കിൽ ഒരു മുന്നേറ്റം നടത്താൻ നമുക്ക് സാധിക്കുന്നില്ല. പക്ഷേ നമ്മുടെ രാജ്യത്ത് ചെറിയ തോതിലാണെങ്കിലും പല സ്ഥലങ്ങളിലായിട്ട് ഓയിലിന്റെ എക്സ്പ്ലോറേഷനും അല്ലെങ്കിൽ ഓയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അത് നമ്മളുടെ ഉപയോഗത്തിന്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ ആകുന്നുള്ളൂ. എന്നാലും നമുക്ക് വിദേശ രാജ്യങ്ങൾ, അതായത് സൗദി അല്ലെങ്കിൽ ഇറാഖ്, കുവൈറ്റ് അല്ലെങ്കിൽ റഷ്യ അല്ലെങ്കിൽ വെനിസ്വല ഇതുപോലുള്ള രാജ്യങ്ങളെ നമുക്ക് തീർച്ചയായിട്ടും ആശ്രയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു സൈ ഓഫ് റിലീഫ് അല്ലെങ്കിൽ ഒരു ആശ്വാസം എന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു വാർത്ത. അതായത് ഉത്തർപ്രദേശിൽ 300 കിലോമീറ്റർ ചുറ്റളവിൽ ക്രൂഡ് ഓയിലിന്റെ ശേഖരം കണ്ടെത്തിയിട്ടുണ്ട്. ഏത് നമ്മുടെ ONGC, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്പനി എന്ന് പറയുന്ന നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ പബ്ലിക് സെക്ടർ കമ്പനി. അപ്പൊ 3000 അടി താഴ്ചയിൽ 300 കിലോമീറ്റർ ചുറ്റളവിൽ ക്രൂഡിന്റെ ശേഖരം ഉണ്ടെന്നാണ് വിലയിരുത്തൽ. അപ്പൊ അത് കൃത്യമായിട്ടുള്ളൊരു ഫൈനലൈസ് ആയില്ല, അവർ ഡ്രിൽ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതായത് കൺസംഷന്റെ കാര്യത്തിൽ 3-ാം സ്ഥാനത്താണ്. അമേരിക്കയും ചൈനയും കഴിഞ്ഞു കഴിഞ്ഞാൽ കൺസംഷന്റെ കാര്യത്തിൽ 3-ാം സ്ഥാനത്താണ്. അപ്പൊ തീർച്ചയായിട്ടും കൺസംഷൻ 3-ാം സ്ഥാനത്താകുമ്പോൾ നമ്മൾക്ക് ഈ പറഞ്ഞ നമ്മുടെ കൺസംഷന്റെ ഭൂരിഭാഗവും നമ്മൾ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് പറഞ്ഞു. അപ്പം നല്ലൊരു ശതമാനവും അല്ലെങ്കിൽ വൻതോതിൽ നമ്മൾ വിദേശത്തു നിന്ന് അല്ലെങ്കിൽ ലോകരാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്. 80%-ത്തിലേറെ നമ്മൾ വിദേശത്തു നിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ക്രൂഡ് ഓയിലിന്റെ വിപണിയിലുണ്ടാകുന്ന, ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഏത് മാറ്റവും അത് നമ്മളെ വല്ലാതെ പ്രതിസന്ധിയിലാക്കും അല്ലെങ്കിൽ ഇന്ത്യയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിദേശ നാണ്യത്തിന്റെ നല്ലൊരു പങ്കും നമ്മൾ എണ്ണ വാങ്ങിക്കുന്നതിനായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായിട്ട്, നമ്മുടെ റുപ്പിയുടെ വിലയൊക്കെ എപ്പോഴും താഴേക്ക് ഇടിഞ്ഞു പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം ഇത് തന്നെയാണ്. കാരണം നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുള്ള ഡോളർ എപ്പോഴും കരുതലായിട്ട് ഉണ്ടാകത്തില്ല നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ. അപ്പൊ ഡോളറും റുപ്പിയും തമ്മിലുള്ള ഈ ബാലൻസ് ഇൽബാലൻസ്ഡ് ആകുമ്പോഴാണ്, അല്ലെങ്കിൽ കൂടുതൽ ഡോളർ നമ്മുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മുടെ റുപ്പിയുടെ വാല്യൂ കുറയുകയും ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. നമുക്കത് വലിയൊരു സമ്പദ് വ്യവസ്ഥയുടെ വലിയൊരു വിഷയമാണ്. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി നമുക്ക് ഏത് സമയവും ഉണ്ടാകാൻ ഉള്ള അവസരമുണ്ട്. ഗ്ലോബൽ മാർക്കറ്റിൽ എണ്ണയുടെ വില കൂടുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കൂടുതൽ ഡോളർ കൊടുത്തിട്ട് എണ്ണ വാങ്ങിക്കേണ്ടി വരും. കാരണം ഇത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കത്തില്ല. എനർജിയാണ്. കാരണം ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജിയാണ്. എനർജി എന്ന് പറയുമ്പോൾ ക്രൂഡ് ഓയിലാണ്. ക്രൂഡ് ഓയിലും പിന്നെ അതിനകത്ത് നിന്ന് റിഫൈൻ ചെയ്തുണ്ടാക്കുന്ന പെട്രോൾ, ഡീസൽ അതുപോലുള്ള കാര്യങ്ങളാണ്. അത് എല്ലാ രാജ്യത്തെ സംബന്ധിച്ചും ഇപ്പോഴും നിലനിൽക്കുന്ന, ലോകത്ത് നിലനിൽക്കുന്ന അവസ്ഥയനുസരിച്ച് ഫോസിൽ ഫ്യൂവലിനെ തന്നെയാണല്ലോ എല്ലാവരും ഇപ്പം ആശ്രയിക്കുന്നത് കൂടുതലായിട്ടും. ഇപ്പോഴും ക്ലീൻ എനർജിയോ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഈ പറഞ്ഞ പുതിയ
ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കൺവെൻഷണൽ ആയിട്ട് എനർജി സോഴ്സ് തന്നെയാണല്ലോ ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും റൺ ചെയ്യുന്നത്. അതായത് ക്രൂഡ് ഓയിലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, ഫോസിൽ ഫ്യൂവലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ത്യയും അങ്ങനെ തന്നെയാണ്. അപ്പം ഇന്ത്യയിൽ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള റിസർവ് കണ്ടെത്തുന്നതും അതിൽ നമുക്ക് കുറേയെങ്കിലൊക്കെ ഓയിൽ കിട്ടുന്നത് നമുക്ക് കുറേ ആശ്വാസമാണ് ശരിക്കും പറഞ്ഞത്. അപ്പം ക്രൂഡ് ഓയിലിന്റെ റിസർവ് ഇന്ത്യയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ പോലെ ഇത്രയും വിശാലമായിട്ടുള്ള പ്രകൃതിയുള്ള അല്ലെങ്കിൽ ഭൂമിയുള്ള ഒരു രാജ്യത്ത് തീർച്ചയായിട്ടും ഓയിലിന്റെ റിസർവ് പലയിടത്തും കാണുവാൻ സാധിക്കും. അത് നമുക്ക് കണ്ടെത്തുവാനുള്ള ഒരു നമ്മുടെ കഴിവ്, നമ്മളുടെ കയ്യിലുള്ള ടെക്നോളജി കണ്ടെത്തിയാൽ നമുക്ക് അതിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള നമ്മളുടെ കഴിവ്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ പാകിസ്ഥാനിൽ ബലൂചിസ്ഥാനിലൊക്കെ വൻതോതിലുള്ള റിസർവ് ഉണ്ടെങ്കിൽ, ഇല്ലേ, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇതുപോലുള്ള റിസർവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ പോലുള്ള രാജ്യത്തും തീർച്ചയായിട്ടും വൻതോതിലുള്ള റിസർവ് എവിടെയെങ്കിലും ഒക്കെ കാണും. പക്ഷേ ഇത് ഗ്ലോബൽ എനർജി പൊളിറ്റിക്സ് ലോകത്തിന്റെ ഏറ്റവും വലിയൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഏരിയയാണ്. അവിടെ ലോകത്തിലെ വമ്പന്മാരാണ് ശരിക്കും അതിനെ നിയന്ത്രിക്കുന്നതും അല്ലെങ്കിൽ കൈയടക്കി വെച്ചിരിക്കുന്നതും. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അത് മറ്റൊരു ജിയോ പൊളിറ്റിക്സിന്റെ വിഷയമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നാളെ ഇന്ത്യക്ക് ഏറെക്കുറെ ഇന്ത്യയുടെ ഉപയോഗത്തിൻ്റെ ഒരു പകുതിയിൽ കൂടുതൽ നമുക്ക് കണ്ടെത്തുവാൻ ഇവിടെ കഴിഞ്ഞെന്നിരിക്കട്ടെ, എന്നാൽ തന്നെ നമുക്കതിനെ വിനിയോഗിക്കുവാൻ കഴിയുമോ എന്നുള്ളത് ഇപ്പം നിലനിൽക്കുന്ന ജിയോ പൊളിറ്റിക്കൽ എനർജി പൊളിറ്റിക്സിനെ അടിസ്ഥാനമാക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ വളരെ പ്രയാസമായിരിക്കും. കാരണം ലോകത്തെ വമ്പന്മാരാണ്. കാരണം നമ്മൾ കാണുന്ന ഒട്ടുമിക്ക ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സും ഈ എനർജി പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലായാലും മറ്റേത് സ്ഥലങ്ങളിലൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം റഷ്യയുടെ ഓയിലും ഗ്യാസും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള ഓയിൽ ഗ്യാസ്, അതുപോലെ സെൻട്രൽ ഏഷ്യൻ ഭൂപ്രകൃതിയിലുള്ള ഓയിൽ ഗ്യാസ്, അപ്പം ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റുകളെല്ലാം തന്നെ. ഇപ്പം ഇറാനിലെ ഓയിൽ ആൻഡ് ഗ്യാസ്. അപ്പം ഈ പ്രൊഡ്യൂസ് ചെയ്യുന്നവരും അല്ലെങ്കിൽ ഇത് വാങ്ങിക്കുന്നതിനാൽ ഇതിന്റെ മുകളിൽ സർവാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സർവാധിപത്യമുള്ള അമേരിക്കൻ, ബ്രിട്ടീഷ്, ഫ്രഞ്ച് അല്ലെങ്കിൽ അതുപോലുള്ള വെസ്റ്റേൺ കമ്പനികളുടെയൊക്കെ ഒരു വലിയൊരു കാർട്ടൽ, അവരൊക്കെ തന്നെയാണ് ജിയോ പൊളിറ്റിക്സ് ശരിക്കും നിയന്ത്രിക്കുന്നത്. ആംസ് മാനുഫാക്ചറേഴ്സ് അതുപോലെ തന്നെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള അവസരത്തിൽ ഇന്ത്യയിലൊക്കെ വൻശേഖരം കണ്ടെത്തി കഴിഞ്ഞാൽ ഇന്ത്യക്ക് അത് എത്രത്തോളം സ്വതന്ത്രമായി വിനിയോഗിക്കാൻ കഴിയുമെന്നുള്ളത് ഒരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യനാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കുന്ന ഈ UP-യിൽ ഇങ്ങനൊരു റിസർവ് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ രാജ്യത്ത് ക്രൂഡ് ഓയിൽ കണ്ടെത്തുവാൻ വേണ്ടി ഇന്ത്യ പല ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കാരണം ഇതിനൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ റിസർവ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം. കാരണം നമ്മുടെ ജിയോളജിക്കൽ സർവേ ഉണ്ട്, ആ ജിയോളജിക്കൽ സർവേയുടെ ഉത്തരവാദിത്തമാണിത്. അപ്പം ഇന്ന് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ സ്പേസും സാറ്റലൈറ്റും ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് തീർച്ചയായിട്ടും കണ്ടുപിടിക്കാനും വലിയ പ്രയാസമൊന്നുമില്ല. ആസാമിലെ, ഗുജറാത്തിലെ, മഹാരാഷ്ട്രയിലെ ഈ സ്ഥലങ്ങളിലൊക്കെ ചെറിയ തോതിൽ നമുക്ക് എണ്ണശേഖരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഗൾഫിലുള്ളതുപോലെ വലിയൊരു ശേഖരം, വലിയ തോതിലുള്ള ക്രൂഡ് ശേഖരം ഇതുവരെ ഒരിടത്തും നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കത്തില്ല എന്താണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്നുള്ള കാര്യം. ഇപ്പം നമുക്ക് നോർത്ത് ഈസ്റ്റിലൊക്കെ, ആസാമിലൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ പലയിടത്തും വായിച്ചിട്ടുണ്ട്. കാരണം നോർത്ത് ഈസ്റ്റിലുള്ള നമ്മുടെ ഈ പ്രശ്നങ്ങൾ, കോൺഫ്ലിക്റ്റുകളൊക്കെ തന്നെ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരുപക്ഷെ ഓയിലിൻ്റെ അല്ലെങ്കിൽ ഇതുപോലുള്ള ഗ്യാസിൻ്റെ ഒക്കെ വൻതോതിലുള്ള ശേഖരം ഉണ്ട്. അപ്പോൾ അതൊന്നും ഇന്ത്യക്ക് എക്സ്പ്ലോർ ചെയ്ത് ഉപയോഗിക്കുവാൻ സാധിക്കരുത് എന്നുള്ളൊരു തലത്തിലേക്ക് ഒക്കെ നമുക്ക് പലയിടത്തും വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ജിയോ പൊളിറ്റിക്കലി ഏത് രാജ്യത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണുമ്പോഴും നമുക്ക് അറിയാൻ പറ്റും അവിടെ ഏതെങ്കിലും തരത്തിലുള്ള നാച്ചുറൽ റിസോഴ്സിൻ്റെ ഒക്കെ വൻ ശേഖരം ഉണ്ടായിരിക്കാം. അവിടെ അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങളൊക്കെ സിവിൽ വാർ അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ, എന്നാലും നമുക്ക് ഇതുവരെ ഇപ്പം മിഡിൽ ഈസ്റ്റിലുള്ള പോലോ അല്ലെങ്കിൽ ഇറാനിലുള്ള പോലോ അല്ലെങ്കിൽ റഷ്യയിലുള്ള പോലോ ഒന്നും വൻതോതിലുള്ളൊരു ക്രൂഡ് ഓയിലിൻ്റെ റിസർവ് നമുക്ക് കണ്ടുപിടിക്കാനോ അല്ലെ ഉണ്ടെന്നറിയാനോ ഇത് സ്ഥിരീകരിച്ചിട്ടില്ലെന്നാണ്. പക്ഷേ ഇപ്പം ഉത്തർപ്രദേശിൽ നിന്ന് ഈ പറഞ്ഞൊരു കാര്യം വളരെ ഒരു പ്രതീക്ഷ നമുക്ക് നൽകുന്നതാണെന്ന് പറയുന്നുണ്ട്. മേജർ ക്രൂഡ് ഓയിൽ റിസർവ് എന്നാണ് പറയുന്നത്. ONGC ഓൾറെഡി ഡ്രില്ലിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പം 300 കിലോമീറ്റർ ചുറ്റളവിൽ ഈ പറഞ്ഞ പലയിടത്തും ഓയിൽ റിസർവ് ഉണ്ട് എന്നാണ് ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളുടെ ചർച്ച. അപ്പോൾ കന്നുമായി ONGC മുന്നോട്ട് പോകുന്നുണ്ട്. ബല്ലിയ ജില്ലയിലാണെന്ന് പറയുന്നുണ്ട് സാഗർപാലി ഗ്രാമത്തിലെ വൻതോതിലുള്ള ക്രൂഡ് ഓയിലിന്റെ ശേഖരം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓയിലുമായിട്ട് ബന്ധപ്പെട്ട കമ്പനിയാണല്ലോ ONGC എന്ന് പറഞ്ഞാൽ, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ.
അപ്പോൾ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്, റിസർവ് ഉണ്ടെന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പരിശോധനയ്ക്ക് അവർ ചില കർഷകരുടെ കയ്യിലുള്ള സ്ഥലമാണ്, അപ്പോൾ അതിനെ പാട്ടത്തിന് എടുത്തിട്ടുണ്ട്. ഈ പാട്ടത്തിൽ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വർഷം 10 ലക്ഷം രൂപയൊക്കെ അവർക്ക് ലീസിലാണ് ഈ ONGC എടുത്തിരിക്കുന്നത്. ഇതാണ് ആ സ്ഥലം. അപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്ത് 10 ലക്ഷം രൂപ അവർക്ക് ഓരോ വർഷവും ആനുവൽ റെന്റിന്, അതായത് ലീസിന് എടുത്തിരിക്കുകയാണ് ഈ ഫാമിലിയുടെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെയാണ് ഈ ONGC ഡ്രില്ലിംഗ് ആരംഭിച്ചിരിക്കുന്നത് പറഞ്ഞാൽ. അപ്പോൾ ഒരു ദിവസത്തെ ഡ്രില്ലിങ്ങിന് തന്നെ 25,000 ലിറ്റർ വാട്ടർ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏപ്രിൽ 2025, ഈ വർഷം, ഇപ്പം അടുത്ത മാസത്തോടുകൂടി ഈ ഡ്രില്ലിങ് അവസാനിക്കും. അപ്പോൾ സക്സസ്ഫുൾ ആണെങ്കിൽ പിന്നെ കൂടുതൽ എണ്ണക്കിണർ, കൂടുതൽ സ്ഥലത്ത് ഡ്രില്ലിങ് ആരംഭിക്കുകയും ഈ 300 കിലോമീറ്റർ ചുറ്റളവിലുണ്ടെന്നാണ് പറയുന്നത് ഒരു ബെൽറ്റിനകത്തിൽ. അപ്പോൾ ആ സ്ഥലത്തിൽ കൂടുതൽ എണ്ണയുടെ റിസർവുകൾ ഉള്ളതുകൊണ്ട് കൂടുതൽ സ്ഥലത്ത് ഡ്രില്ലിങ് ആരംഭിക്കുകയും, അപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമായിരിക്കും. കാരണം നമ്മുടെ സ്വന്തം രാജ്യത്ത് നമുക്ക് എണ്ണ ഒഴിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് അത്രയും അളവ് മാത്രം കുറച്ചുള്ള അളവ് നമുക്ക് വിദേശ രാജ്യങ്ങളെ അല്ലെങ്കിൽ ഈ പറഞ്ഞ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളെ നമുക്ക് ആശ്രയിച്ചാൽ മതി തീർച്ചയായിട്ടും. അപ്പം ഇത് വലിയൊരു ആശ്വാസമാണ് നമുക്ക്. ഇതിനെ എത്രത്തോളം നമുക്ക് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നറിയില്ല. അപ്പം ഇന്ത്യക്ക് ഏകദേശം ഇപ്പോൾ ഉള്ളത് 587.335 മില്യൺ മെട്രിക് ടൺസ് ആണ് 2021 വരെയുള്ള കണക്കനുസരിച്ച് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ റിസർവ്. അപ്പോൾ അതൊന്നും നമുക്ക് പോരാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആസാമിലും വെസ്റ്റേൺ ഓഫ്ഷോർ റീജിയനിലും ഗുജറാത്തിലും ഒക്കെ തന്നെ, മഹാരാഷ്ട്ര ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തന്നെ പിന്നെ മേജർ ഡിപ്പോസിറ്റ് ഉണ്ട്. നമുക്കറിയാം മുംബൈ ഹൈയെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ തന്നെ കേട്ടിട്ടുള്ളതാണ്. ONGC 1954 പിന്നെ എസ്റ്റാബ്ലിഷ് തുടങ്ങിയ ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ അതൊരു ദീർഘവീക്ഷണത്തോടുകൂടി തന്നെ നമ്മൾ ആരംഭിച്ച ഒരു കമ്പനിയാണ് 1956. അപ്പോൾ ഇന്ത്യയുടെ ഓയിൽ എക്സ്പ്ലോറേഷന് വേണ്ടിയുള്ള എല്ലാ നടപടികളും ചെയ്യുന്ന ONGC വിദേശങ്ങളിലൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ടൈപ്പോട് കൂടി അവർ എക്സ്പ്ലോറേഷനും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ഏറ്റവും വലിയ ഓയിൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ മുംബൈ ഹൈ ആണ്. അവിടെ ഇപ്പോഴും എക്സ്പ്ലോറേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ആഭ്യന്തര പിന്നെ ഉപയോഗത്തിന് ആവശ്യമായിട്ടുള്ള ഇതിൻ്റെ ഒരു ചെറിയ ഫ്രാക്ഷൻ മാത്രമേ അവിടെ നിന്ന് കിട്ടുന്നുള്ളൂ. 2024 ONGC 5 പുതിയ ഗ്യാസ് റിസർവ് ഡിസ്കവറി ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൺഷോറിലും ഓഫ്ഷോറിലും. ഓൺഷോർ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഓഫ്ഷോറിൽ കരയിലും, ഓൺഷോറിൽ നമുക്ക് ഓഫ്ഷോർ പറഞ്ഞാൽ കടലിലും, ഓൺഷോർ പറഞ്ഞാൽ കരയിലും എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷനെ കൂടുതൽ നമുക്ക് കൂട്ടുവാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഇമ്പോർട്ട് നമുക്ക് അത്രയും കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇമ്പോർട്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള പ്രയോജനമാണ്. ഒന്ന്, നമ്മുടെ ഫോറിൻ കറൻസി നമുക്ക് കാത്തു സൂക്ഷിക്കാം. പിന്നെ നമുക്ക് വിദേശ രാജ്യങ്ങളെ ഇതിനു വേണ്ടി മാത്രം ആശ്രയിക്കുന്ന ഒരു പിന്നെ അവസ്ഥ നമുക്ക് പിന്നെ കുറയ്ക്കാം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു അഡ്വാൻറ്റേജ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പം ഇത് ഈ 300 കിലോമീറ്റർ ചുറ്റളവിൽ 3000 അടി താഴ്ചയിൽ ക്രൂഡിൻ്റെ ഷെയർ ഉണ്ടെന്നാണ് വിലയിരുത്തുന്നത്. അപ്പം ഇത് തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ആ പ്രദേശത്തെ കർഷകർക്കൊക്കെ തന്നെ വലിയൊരു ജാക്ക്പോട്ട് അല്ലെങ്കിൽ വലിയൊരു പിന്നെ വരുമാനത്തിന്, കാരണം തീർച്ചയായിട്ടും ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് ഈ സ്ഥലം സർക്കാർ ഏറ്റെടുക്കേണ്ടി വരും. സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഒന്നുകിൽ പാട്ടത്തിനോ അല്ലെങ്കിൽ സർക്കാർ കേന്ദ്ര ഗവൺമെന്റ് ഈ ഭൂമി ഏറ്റെടുക്കേണ്ടി വരും. കാരണം അത് അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അവർക്ക് വലിയൊരു വരുമാനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞാണ് 2021 ഏപ്രിലെ കണക്കനുസരിച്ച് 587.335 മില്യൺ മെട്രിക് ടണ്ണാണ്. അപ്പോൾ വലിയ തോതിലുള്ള പര്യവേക്ഷണങ്ങളൊക്കെ നമ്മുടെ രാജ്യം നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും. കാരണം രാജ്യം എപ്പോഴും എല്ലാ കാര്യത്തിലും നമ്മൾ ഇപ്പോൾ ഭരണം ആരുടെ കയ്യിലാണെങ്കിലും ശരി, ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഉള്ള പ്രവൃത്തികൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇത് ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഇത് നമുക്ക് തീർച്ചയായിട്ടും എത്രത്തോളം നമ്മുടെ രാജ്യത്ത് കൂടുതൽ എന്താണ് പറയുന്നത്, ഓയിൽ ഡിസ്കവറീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രൂഡിന്റെ റിസർവ് കണ്ടെത്താൻ സാധിക്കുമോ, അപ്പം അതിനുള്ള പരീക്ഷണങ്ങളും എക്സ്പ്ലോറേഷനും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം കൂടുതൽ സ്ഥലങ്ങളിൽ നമുക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്രയും അളവ് നമുക്ക് ഈ ഇമ്പോർട്ട് കുറയ്ക്കുവാനും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാനും നമുക്ക് കുറയ്ക്കുവാനും സാധിക്കും. അപ്പം കേരളത്തിൽ തന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ ONGCയുടെ എണ്ണ പര്യവേക്ഷണം
കേരള തീരത്ത് പുരോഗമിക്കുന്നുണ്ട്. ഏകദേശം കൊല്ലം തീരത്താണ് ഡ്രില്ലിങ്ങിനായിട്ടുള്ള സ്ഥലം കണ്ടെത്തുന്നത്. നമ്മൾ നേരത്തെ സുരേഷ് ഗോപിയുടെ ചില സ്റ്റേറ്റ്മെന്റിലൊക്കെ പറഞ്ഞതാണ്. അപ്പൊ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി ലോക്സഭയെ അന്ന് അറിയിച്ചാണ്. കൊല്ലത്തിന്റെ തീരത്ത് നിന്ന് 30-40 കിലോമീറ്റർ അകലെ, കടലിനകത്തില് അതാണ് പര്യവേക്ഷണത്തിനായിട്ട്. അത് നമ്മുടെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ. നമ്മുടെ എല്ലാ കടലുള്ള എല്ലാ രാജ്യത്തിനും അവർക്കൊരു എക്സ്ക്ലൂസീവ് ആയിട്ട് ഇക്കണോമിക് സോൺ ഉണ്ട്. കാരണം അത്രയും നമ്മുടെ കടൽ നമ്മുടെ ആയിരിക്കും സ്വന്തം. അപ്പൊ അതിനകത്ത് നമുക്ക് തീർച്ചയായിട്ടും മറ്റു രാജ്യങ്ങളിലും തടസ്സങ്ങളൊന്നുമില്ല. നമുക്ക് എക്സ്പ്ലോറേഷൻ ചെയ്യുകയോ നമുക്ക് എന്തുകൊണ്ട് ചെയ്യുകയും ചെയ്യാം. അപ്പം കൊല്ലം തീരത്ത് നിന്ന് 30-40 കിലോമീറ്റർ അകലെയാണ് ഈ എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ ഈ പര്യവേഷണത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഈ വർഷം അവസാനത്തോടെ റിഗുകളും കപ്പലുകളും എത്തിച്ച് ആഴക്കടലിൽ എണ്ണക്കിണർ സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് കമ്പനി. 1257 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഈ പറഞ്ഞ നമ്മുടെ കേരളത്തില്. അപ്പൊ അവിടെ പുരോഗമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. എണ്ണ കണ്ടെത്തി എന്നിതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. കാരണം ഈ പരിപാടി ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എണ്ണ ഉണ്ടെന്നില്ല. കാരണം എണ്ണ ഉണ്ടെന്നുള്ളൊരു പിന്നെ കണ്ടുപിടുത്ത എണ്ണ ഉണ്ടെന്ന് സ്ഥിരീകരിക്കാൻ അത് ഡ്രില്ല് ചെയ്തിട്ട് നമുക്ക് ക്രൂഡ് ഓയിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ എണ്ണയുണ്ട് അല്ലെങ്കിൽ അതിന്റെ, കാരണം പലയിടത്തും കുഴിച്ചു നോക്കിയിട്ട് ഉപേക്ഷിക്കുന്നൊക്കെ ഉണ്ടല്ലോ. പല രാജ്യങ്ങളിലും പലയിടത്തും നിന്നുണ്ട്. എണ്ണ ഉണ്ടെന്നുള്ള നിഗമനത്തിൽ ചിലപ്പോൾ ഡ്രില്ല് ചെയ്ത് പോയി, പക്ഷേ ഒരുപക്ഷെ ക്രൂഡ് അവിടെ കാണത്തില്ലായിരിക്കാം, അല്ലെങ്കിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി കാണത്തില്ലായിരിക്കാം. അപ്പം ചിലപ്പോൾ ആ പ്രോജക്റ്റ് ഉപേക്ഷിക്കേണ്ടി വരും. അപ്പം ഈ പ്രോജക്റ്റുകളൊക്കെ സക്സസ്ഫുൾ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്രൂഡ് ഓയിൽ കണ്ടെത്തണം. ക്രൂഡ് ഓയിൽ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കത് കോൺസിസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ട് നമുക്ക് അത് കിട്ടിക്കൊണ്ടിരിക്കാൻ വേണം. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക പരിപാടി സക്സസ്ഫുൾ ആണ് എന്ന് പറയാൻ പറ്റും. ഇപ്പം മുംബൈ ഹൈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വളരെ കാലമായിട്ട് നമ്മളവിടെ ഡ്രിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള റിസർവ് ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും കൂടുതൽ ഇന്ത്യയുടെ പല ഭാഗത്തും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കവിടെ ഓയിൽ ഡ്രില്ലിംഗ് ആരംഭിച്ചിട്ട് റിഗ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ONGC ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇക്കാര്യത്തിൽ രാജ്യം കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ പരീക്ഷണങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ എക്സ്പ്ലോറേഷനിൽ നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് എത്ര ക്വാണ്ടിറ്റി കിട്ടിക്കഴിഞ്ഞാലും അത്രയും നല്ലതാണ്. അത് നമുക്ക് അത്രയും നമ്മുടെ കയ്യിലുള്ള ഫോറിൻ റിസർവ് കറൻസി പുറത്തേക്ക് പോകുന്ന നമുക്ക് ഉള്ള ഒഴുക്കിനെ നമുക്ക് തടയാൻ സാധിക്കും. അതുപോലെ നമ്മുടെ എനർജി ഇൻഡിപെൻഡൻസ്, കാരണം നമുക്ക് എപ്പോഴും ഏതൊരു കാര്യത്തിലായാലും നമ്മുടെ സ്വയം പര്യാപ്തതയാണല്ലോ നമുക്ക് എപ്പോഴും ഒരു രാജ്യത്തിനായാലും വ്യക്തിക്കായാലും ഇല്ല സമൂഹത്തിനായാലും എല്ലാം സുരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നുള്ളതാണ് ഏത് മേഖലയിലായാലും ശരി. അപ്പൊ ഈ പറഞ്ഞ എനർജിയുടെ കാര്യത്തിലും അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ കാര്യത്തിലും അതുപോലെ നമ്മുടെ ഡിഫൻസിന്റെ കാര്യത്തിലും ഒക്കെ തന്നെ നമുക്ക് നല്ലൊരു ശതമാനം വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. നമ്മുടെ സുരക്ഷയുടെ വലിയൊരു വിഷയമുണ്ട്. സുരക്ഷയുടെ വിഷയവും പിന്നെ സമ്പദ് വ്യവസ്ഥ, ഈ ഫോറിൻ കറൻസി സ്ഥിരമായിട്ട് പുറത്തേക്ക് ഒഴുകി പോകുന്നത് കൊണ്ട് അത് നമ്മുടെ കറൻസിയുടെ പിന്നെ എന്താ പറയുന്നത് ആ ഒരു സ്ട്രെങ്തിനെ അത് ബാധിക്കുന്നത്. കാരണം നമ്മളെപ്പോഴും കേൾക്കുന്നത് ഡോളറും റുപ്പിയും തമ്മിലുള്ള വില, ഇന്ത്യൻ റുപ്പിയുടെ വില ഇടിയുന്നു അല്ലെങ്കിൽ കുറയുന്നു എന്ന് മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. അതിന്റെ കാരണം ഡോളറിന്റെ ഒഴുക്ക് എപ്പോഴും നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ അതിന് കാരണമാക്കുന്നത് ഇങ്ങനെയുള്ള ചില പ്രത്യേക മേഖലകളാണ്. അപ്പോൾ ആ മേഖലകളിൽ നമുക്ക് സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള അവസ്ഥയായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഓയിലിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ എനർജിയുടെ കാര്യത്തിലും നമുക്ക് എത്രത്തോളം കൂടുതൽ നമ്മുടെ രാജ്യത്തു നിന്ന് നമുക്കതിനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ അത്രയും നമ്മുടെ രാജ്യത്തിന് സമ്പദ് വ്യവസ്ഥയ്ക്കും നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ഒക്കെ നല്ലതായിരിക്കും. അപ്പം ഇതുപോലുള്ള കൂടുതൽ എന്താണ് പറയുന്നത് പ്രോജക്റ്റുകൾ ഇന്ത്യക്ക് ലഭിക്കട്ടെ, അല്ലെങ്കിൽ ഇതുപോലുള്ള ഒത്തിരി ഓയിൽ റിസർവുകൾ കണ്ടെത്താൻ സാധിക്കട്ടെ. അങ്ങനെ കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ കൂടുതൽ നമുക്ക് ശക്തമാക്കാനും അതുപോലെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് ഒരു സുസ്ഥിരത നൽകുവാനും സാധിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക്. അടുത്തൊരു ടോപ്പിക്ക് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.